T20 വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യ നമീബിയ പോരാട്ടം നടന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ നവാഗതരാണെങ്കിലും അത്ര വേഗം എഴുതിത്തള്ളുവാൻ വരട്ടെ എന്നുള്ള വ്യക്തമായൊരു മുന്നറിയിപ്പ് ഇന്നത്തെ കളി പകുതി പിന്നിട്ടപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയത് ഇന്ത്യയായിരുന്നു. ന്യൂസിലാൻഡുമായുള്ള പോരാട്ടത്തിൽ സമ്പൂർണ്ണമായും നിറം മങ്ങിപ്പോയ സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുമെന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് അവസാന നിമിഷത്തിൽ പനിയായി പോയതുകൊണ്ട് ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുവാൻ സഞ്ജു സാംസണ് വീണ്ടും അവസരം ലഭിച്ചു. വീണ് കിട്ടിയ ഈ അവസരം കൃത്യമായി സഞ്ജു വിനിയോഗിക്കുമോ അതോ വീണ്ടും നിരാശപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്ക ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും പ്രത്യേകിച്ച് മലയാളികളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പെർഫോമൻസ് നെഞ്ചിടിപ്പോടുകൂടിയാണ് ജനങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യ ഓവറിന്റെ അവസാനത്തെ ബോളിൽ സിക്സറോടുകൂടി സഞ്ജു വെടിക്കെട്ടിന് തുടക്കമിടുകയാണ് എന്നുള്ള സൂചന നൽകി. രണ്ടാമത്തെ ഓവർ എറിയുവാനെത്തിയ ഷിഖോങ്കോയുടെ മൂന്നാം ബോളിലും നാലാം ബോളിലും രണ്ട് ഗംഭീരമായ സിക്സറുകളും അഞ്ചാമത്തെ ബോളിൽ ഫോറും പായിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ സഞ്ജു ഗ്യാലറിക്ക് തീപിടിപ്പിച്ചു. പക്ഷേ നാളുകളായി പിന്തുടർന്നുകൊണ്ടിരുന്ന ഭാഗ്യദോഷം ഇവിടെയും അയാൾക്ക് വിനയായി വരികയാണ്. രണ്ടാം ഓവറിന്റെ അവസാന ബോളിൽ സഞ്ജു തുടങ്ങിവെച്ച പടയോട്ടത്തിന് പൊടുന്നനെ വിരാമം കുറിച്ചു. അവസാന ബോളിൽ വീണ്ടും സിക്സറിന് ശ്രമിച്ച സഞ്ജു സാംസനെ ബൗണ്ടറിയിൽ നമീബിയ കൃത്യമായി ക്യാച്ച് ചെയ്ത് ഔട്ടാക്കി. 8 ബോളിൽ 22 റൺസായിരുന്നു സഞ്ജു സാംസന്റെ സംഭാവന. ഇന്നത്തെ കളി സഞ്ജുവിന് വീണ് കിട്ടിയതാണെങ്കിലും നിർണായകമായിരുന്നു. ഇന്ന് ഫോമിലായിരുന്നുവെങ്കിൽ T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സാധ്യതകളുണ്ടായിരുന്നു. അതും ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഇനി എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സഞ്ജു സാംസൺ ഒപ്പം ബാറ്റിംഗിനിറങ്ങിയ ഇഷാൻ കിഷൻ നമീബിയ ബൗളർമാരെ അനായാസം നേരിടുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിനിടയിൽ മൂന്നാം ഓവറിന്റെ അവസാന ബോളിൽ ഇഷാൻ വളരെ മനോഹരമായ ഒരു LBWവിനെ അതിജീവിച്ചു. അമ്പയർ ഔട്ട് വിധിച്ചതാണെങ്കിലും അപ്പീലിലൂടെ ഇഷാൻ ജീവൻ വീണ്ടെടുത്തു. അത് ബാറ്റ് ആൻഡ് പാഡായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത്. അഞ്ചാം ഓവറിൽ ഇന്ത്യ 58 എന്ന സ്കോറിലേക്ക് എത്തി. ആറാം ഓവർ ആകുമ്പോൾ ഇഷാൻ കിഷൻ തീയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ കഴിഞ്ഞത്. സ്മിത്തിനെ ആ ഓവറിൽ തുടർച്ചയായി 4 സിക്സും ഒരു ഫോറും അടിച്ച് 28 റൺസോടുകൂടി ഇഷാൻ തന്റെ 50 തികച്ചു. ഇഷാൻ കിഷൻ 20 ബോളിൽ നിന്നും 50 റൺസ് അപ്പോഴേക്കും വാരിക്കൂട്ടിയിരുന്നു. അഞ്ചാം ഓവറിൽ 58 റൺസിൽ നിന്ന ഇന്ത്യ 7 ഓവർ പിന്നിട്ടപ്പോൾ 100 എന്ന സ്കോറിലേക്ക് അത്ഭുതകരമായി കുതിച്ചു കയറി. എന്നാൽ 8ആം ഓവർ എറിയുവാനെത്തിയ ഇറാസ്മസ് തന്റെ ആദ്യ ബോളിൽ തന്നെ ഇഷാൻ കിഷന്റെ കടിഞ്ഞാണില്ലാത്ത പാച്ചിലിന് മൂക്ക് കയറിട്ടു. ഇറാസ്മസിനെ ബൗണ്ടറി കടത്തുവാൻ ശ്രമിച്ച ഇഷാൻ വളരെ മനോഹരമായൊരു ക്യാച്ചിലൂടെ പുറത്തേക്ക് പോയി. 24 ബോളിൽ നിന്നും 61 റൺസായിരുന്നു ഇഷാന്റെ സംഭാവന. 5 സിക്സുകളും 6 ഫോറുകളും തന്റെ ബാറ്റിൽ നിന്നും ഇതിനോടകം വെടിയുണ്ടകൾ പോലെ പാഞ്ഞു പോകുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. അത് സത്യത്തിൽ ആരാധകർക്ക് ഒരു വലിയ വിരുന്ന് തന്നെയായിരുന്നു. തുടർന്നെത്തിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ ആയിരുന്നു. ഇഷാൻ അവസാനിപ്പിച്ചെടുത്ത് ആരംഭിക്കുവാൻ ശ്രമിച്ചതാണ്. പക്ഷേ 10ആം ഓവറിന്റെ ആദ്യ പന്തിൽ ബെർണാഡ് സ്കോൾട്ടിനെ 6 അടിക്കുവാൻ ക്രീസ് വിട്ട് ചാടി ഇറങ്ങവേ തനിക്ക് പിഴച്ചു. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് തന്നെ നമീബിയൻ കീപ്പർ ക്യാപ്റ്റൻ സൂര്യയെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി കളഞ്ഞു. അതിമനോഹരമായൊരു സ്റ്റംപിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമീബിയൻ വിക്കറ്റ് കീപ്പറുടെ മാസ്മരികമായൊരു പ്രകടനമായിരുന്നു. തുടർന്ന് 12ആം ഓവറിൽ തിലക് വർമ്മയെ ഇറാസ്മസ് പുറത്താക്കുന്നു. തിലക് വർമ്മ പുറത്താകുമ്പോൾ 21 പന്തിൽ നിന്നും 25 റൺസായിരുന്നു തന്റെ സംഭാവന. പേസ് ബോളർമാരെ അനായാസം നേരിട്ട ഇന്ത്യ തുടർന്ന് സ്പിൻ ബൗളിങ്ങിന്റെ മുൻപിൽ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിയാതെ കുഴയുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. സ്പിന്നർമാർ കത്തിക്കേറിയപ്പോൾ ഒരു വേള ഇന്ത്യ 150 താഴെ ഒതുങ്ങുമോ എന്ന് പോലും സംശയിച്ചു പോയി. കാരണം 8, 11, 12 ഓവറുകളിൽ നമീബിയയുടെ സ്പിൻ ആക്രമണത്തിന്റെ മുൻപിൽ ഇന്ത്യക്ക് വിലപ്പെട്ട 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ക്യാപ്റ്റൻ സൂര്യ മടങ്ങിയപ്പോൾ തുടർന്നെത്തിയത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. പതിവിന് വിപരീതമായി മെല്ലെയാണ് ഹാർദിക് ആരംഭിച്ചത്. 7 ഓവറുകൾ പിന്നിട്ടപ്പോൾ ഇന്ത്യക്ക് 100 റൺസ് മറികടക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അടുത്ത 7 ഓവറുകൾ പിന്നിടുമ്പോൾ 144 എന്ന സ്കോറിൽ ഇന്ത്യ നിന്നുകൊണ്ട് കിതയ്ക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. അതായത് സ്പിന്നർമാർ അരങ്ങുവാഴുവാൻ തുടങ്ങിയപ്പോൾ അടുത്ത 7 ഓവറിൽ വെറും 44 റൺസ് മാത്രമാണ് പിറന്നത്. പക്ഷെ 15ആം ഓവറിൽ ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് 23 റൺസ് വാരിക്കൂട്ടിക്കൊണ്ട് കലാശക്കൊട്ടിനുള്ള സൂചന നൽകി. 16ആം ഓവർ എറിയുവാനെത്തിയ ഷിഖോങ്കോയുടെ ആ ഓവറിൽ 15 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 184 എന്ന തരക്കേടില്ലാത്ത സ്കോറിലേക്ക് എത്തി. 19ആം ഓവറിന്റെ ആദ്യ ബോളിൽ ഹാർദിക്ക് തൂക്കിയ ഒരു സിക്സോടുകൂടി ഇന്ത്യ 200 കടന്നു. ഒപ്പം ഹാർദിക് പാണ്ഡ്യ 50 അടിക്കുകയും ചെയ്തു. പക്ഷേ കൃത്യതയാർന്ന ബോളിങ്ങിലൂടെ തൊട്ടടുത്ത നിമിഷം തന്നെ നമീബിയ ഹാർദിക് പാണ്ഡ്യയെ പൂട്ടിക്കളഞ്ഞു. ഇറാസ്മസിന്റെ പന്തിൽ സിക്സർ അടിക്കുവാൻ വീണ്ടും ശ്രമിച്ച ഹാർദിക് പാണ്ഡ്യയെ ഡിലൻ ലേഷ്യർ ബൗണ്ടറി ലൈനിൽ ഉജ്ജ്വലമായൊരു ക്യാച്ചിലൂടെ പുറത്താക്കി. 28 പന്തുകളിൽ 52 റൺസായിരുന്നു പാണ്ഡ്യയുടെ സംഭാവന. ഇതിൽ 4 ഫോറും 4 സിക്സും ഉണ്ടായിരുന്നു. പിന്നീടെത്തിയത് റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗ് തട്ടിയിട്ട ഒരു ബോളിൽ ഇല്ലാത്ത റൺസിന് വേണ്ടി ഓടിയ ശിവൻ ദുബൈ
തുടർന്ന് റണ്ണൌട്ട് ആകുന്ന കാഴ്ചയാണ് കണ്ടത്. 16 ബോളിൽ നിന്നും 23 റൺസാണ് ശിവൻ ദുബെ സമ്മാനിച്ചത്. അടുത്തത് അക്സർ പട്ടേലിന്റെ വരവായിരുന്നു. അയാൾ വന്നതും പോയതും ഭാഗ്യത്തിന് ആരും അറിഞ്ഞില്ല. ബോളിലൊന്നും ബാറ്റ് മുട്ടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇറാസ്മസിന്റെ ബോളിൽ അക്സർ പട്ടേൽ ക്ലീൻ ബൗൾഡ് ആകുന്ന കാഴ്ച അവിശ്വസനീയമായി നോക്കി നിൽക്കേണ്ടി വന്നു. 20 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ഇറാസ്മസ് ഗംഭീരമായ പ്രകടനമാണ് നമീബിയയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അവസാനമായി 20-ാം ഓവറിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ വലിയൊരു പ്രതീക്ഷയായിരുന്ന റിങ്കു സിംഗും വീണു. 20-ാം ഓവറിന്റെ അവസാന ബോളിൽ 2-ാം റണ്ണിന് വേണ്ടി ഓടിയ ഹർഷ്ദീപ് സിംഗിനെ സ്റ്റംപ് ചെയ്തുകൊണ്ട് നമീബിയ ഇന്ത്യയുടെ പോരാട്ടം അവസാനിപ്പിച്ചു. അവസാനത്തെ ഓവറിൽ ഇന്ത്യക്ക് വെറും 3 റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കുവാൻ കഴിഞ്ഞത്. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ ടീം ഇന്ത്യ 209 റൺസ് അടിച്ചു. ഇതിൽ 14 സിക്സറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമീബിയയ്ക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് സ്റ്റീൻ ക്യാമ്പ്, ഫ്രൈലിംഗ് എന്നിവരായിരുന്നു. ഇന്ത്യയുടെ ബൗളിംഗ് തുടങ്ങി വെച്ചത് ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക്കിന്റെ ഓവറിൽ 2 റൺസ് മാത്രം കുറിച്ച നമീബിയ തുടർന്നെത്തിയ അർഷ്ദീപിനെ അനായാസം നേരിടുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. പക്ഷേ തന്റെ 2-ാം ഓവർ എറിയുവാൻ എത്തുമ്പോൾ അർഷ്ദീപ് തന്നെ നമീബിയയ്ക്ക് ആദ്യത്തെ ഷോക്കും നൽകി. നമീബിയയുടെ ഓപ്പണർ ബാറ്റർ ജാൻ ഫ്രൈലിംഗിനെ അർഷ്ദീപ് ശിവൻ ദുബെയുടെ കൈകളിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഷോക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ചത്. 7-ാം ഓവർ എറിയുവാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ സ്റ്റാർ ബൗളറായ ജസ്പ്രീത് ബുംറ എത്തുന്നത്. ബുംറ എറിഞ്ഞ 3-ാമത്തെ ബോൾ അമ്പയർ നോ ബോൾ വിളിച്ചപ്പോൾ വീണ്ടും ഫ്രീ ഹിറ്റ് എറിയുകയാണ്. പക്ഷേ ആ ബോളിൽ നമീബിയയുടെ ലോഫ്റ്റി ഈറ്റോൺ ക്ലീൻ ബൗൾഡായി. പക്ഷേ നിർഭാഗ്യവശാൽ അമ്പയർ ആ ബോളും നോ വിളിക്കുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. തുടർന്ന് 8-ാം ഓവർ എറിയുവാൻ എത്തിയ വരുൺ ചക്രവർത്തിയുടെ ആദ്യ ബോളിൽ തന്നെ ലോൺസ്റ്റീൻ ക്യാമ്പ് ക്ലീൻ ബൗൾഡായി പുറത്തേക്ക് പോയി. ഈ സമയത്ത് നമീബിയ 67 എന്ന നിലയിലായിരുന്നു. തുടർന്നെത്തിയ ഇറാസ്മസ് അക്സർ പട്ടേലിനെ ഒരു ഓവറിൽ തുടർച്ചയായ 2 സിക്സറുകളൊക്കെ തൂക്കി ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ തൊട്ടടുത്ത ഓവറിൽ വരുൺ ചക്രവർത്തി അയാളെയും പവലിയനിലേക്ക് മടക്കി അയച്ചു. നമീബിയ 10 ഓവറിൽ 83 എന്ന നിലയിലായിരുന്നു. അപ്പോൾ തുടർന്നെത്തിയത് ജെ സ്മിത്ത് ആണ്. വരുൺ ചക്രവർത്തിയെ തുടക്കത്തിലെ കടന്നാക്രമിക്കുവാൻ ശ്രമിച്ച സ്മിത്ത് തന്റെ 2-ാം ബോളിൽ ക്ലീൻ ബോൾഡായി. സ്മിത്ത് 0-ന് പുറത്തേക്ക്. 11-ാം ഓവറിൽ ഇറാസ്മസിനെ അക്സർ പട്ടേൽ തിലക് വർമ്മയുടെ കൈകളിൽ എത്തിച്ചു. 11-ാം ഓവർ പിന്നിടുമ്പോൾ നമീബിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 88-ലെത്തി. തുടർന്ന് കണ്ട മനോഹരമായ കാഴ്ച 12-ാം ഓവറിൽ അക്സർ പട്ടേലിന്റെ ബോളിൽ മലാൻ ക്രൂഗർ അടിച്ചുയർത്തിയൊരു പന്ത് വളരെ ഉജ്ജ്വലമായി ബുംറ തന്റെ കൈകളിൽ ഒതുക്കുന്ന കാഴ്ചയാണ്. 100 റൺസ് പിന്നിടുവാൻ നമീബിയയ്ക്ക് 14 ഓവറുകൾ വേണ്ടി വന്നു. തുടർന്ന് രൂബേൻ ട്രംബൽമാനും സെയിൻ ഗ്രീനും ചേർന്ന് അടുത്ത 7 ഓവറുകൾ ശരിക്കും തട്ടിമുട്ടി കളി വല്ലാത്ത വിരസമാക്കി മുൻപോട്ട് കൊണ്ടുപോയി. സിംഗിളുകൾ പോലും എടുക്കുവാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ കൃത്യമായി ഇത് മുതലാക്കുവാൻ ഇന്ത്യൻ ബൗളർമാർക്കും കഴിഞ്ഞില്ല. ആ സമയത്ത് ബൗളിങ്ങിലും ഒരു വല്ലാത്ത അലംഭാവം പിടിപെട്ടതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. കളി വല്ലാത്ത വിരസതയിലേക്ക് മുൻപോട്ട് നീങ്ങുന്ന സമയത്ത് 17-ാം ഓവറിൽ ബുംറ ട്രംബൽമാനെ പുറത്താക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചടങ്ങ് മാത്രമാക്കി അവസാനിപ്പിച്ചു. അവസാന സ്ഥാനക്കാരനായ മാക്സ് എയിൻഗോ ശിവൻ ദുബെയെ ബൗണ്ടറി കടത്തുവാനുള്ള ഒരു സ്വീപ്പ് ഷോട്ടിന് ശ്രമിക്കുമ്പോൾ ഹിറ്റ് വിക്കറ്റായി. അതോടുകൂടി നമീബിയയുടെ കഥ സമ്പൂർണ്ണമായി. 18.2 ഓവറിൽ എല്ലാവരും കൂടാരമണിഞ്ഞപ്പോൾ നമീബിയയുടെ സ്കോർ ബോർഡിൽ വെറും 116 റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 93 റൺസിന്റെ തിളക്കമാർന്ന വിജയമാണ് ഇന്നത്തെ T20 മത്സരത്തിലൂടെ ഇന്ത്യക്ക് സ്വന്തമായത്. ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. 28 ബോളിൽ 52 റൺസിന് പുറമെ 2 വിക്കറ്റ് കൂടി അദ്ദേഹം സ്വന്തമാക്കി. ഇനി അടുത്തതായി ഇന്ത്യയെ കാത്തിരിക്കുന്നത് പരമ്പരാഗത വൈരികളായ പാകിസ്ഥാനുമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടമാണ്. ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പ്രസ്താവിച്ച പാകിസ്ഥാൻ ഒടുവിൽ ICCയുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നിരുന്നു. എന്തായാലും തീപാറുന്നൊരു പോരാട്ടം തന്നെയാണ് ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.